ഹായ്, ഞാൻ ഡോക്ടർ ശാലിനി ഭാസ്കർ, സ്കോപ്ഫുൾ ബയോ റിസർച്ച് എന്ന ബയോടെക് കമ്പനിയുടെ ഗവേഷണ വിഭാഗം മേധാവി. ഇന്ന് നമുക്ക് സ്കോപ്ഫുൾ ബയോ റിസർച്ച് എന്ന ബയോടെക് കമ്പനി പരിചയപ്പെടാം. ആദ്യമായി സ്കോപ്ഫുൾ ബയോ റിസർച്ചിന്റെ സ്ഥാപകനും ചീഫ് സയന്റിസ്റ്റുമായ ഡോക്ടർ സി മോഹൻകുമാർ. ഡോക്ടർ മോഹൻകുമാർ കഴിഞ്ഞ 25 വർഷത്തിലധികമായി നാച്ചുറൽ പ്രോഡക്ട്സിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഗവേഷണ രംഗത്ത് തുടരുകയും നിരവധി ഗവേഷണ പ്രബന്ധങ്ങളുടെ രചയിതാവും കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റിസർച്ചർ അവാർഡ് കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞനുമാണ്. സർ, സ്കോപ്ഫുൾ ബയോ റിസർച്ചിന്റെ ലക്ഷ്യത്തെ പറ്റി ഒന്ന് പറയാം. ഹായ്, ഇന്ന് ലോകജനത രോഗത്തിന്റെ ഭീതിയിലാണ്. പലജാതി രോഗങ്ങൾ, ഡയബറ്റീസ്, ക്യാൻസർ, പാർക്കിൻസൺ ഡിസീസ്, ആൽഷിമേഴ്സ് ഡിസീസ്, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് എന്ന് വേണ്ട മാൻമേഡ് ഡിസീസിന്റെ ഒരു കൂട്ടം തന്നെ ജനതയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നതായി വളർന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് സ്കോപ്ഫുൾ ബയോ റിസർച്ച് എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രസക്തി ജനങ്ങൾ അറിയുന്നത്. സ്കോപ്ഫുൾ ബയോ റിസർച്ച് എന്ന ബയോടെക്നോളജി കമ്പനിയുടെ പ്രധാന ലക്ഷ്യം ഫുഡ് ആസ് മെഡിസിൻ. ഞങ്ങളുടെ കമ്പനി സ്കോപ്ഫുൾ ബയോ റിസർച്ച് ഒരു ഡ്രഗ് ഫ്രണ്ട് കമ്പനിയല്ല, മറിച്ച് ഭക്ഷണം കൊണ്ട് എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാം, എങ്ങനെ രോഗങ്ങളെ തടയാം. സാറ് പറഞ്ഞല്ലോ, ഭക്ഷണമാകണം നമ്മുടെ മരുന്ന്, അല്ലെ ഭക്ഷണത്തിലൂടെ ആകണം നമ്മുടെ ആരോഗ്യം. അപ്പൊ ആ ലക്ഷ്യത്തെ മുൻനിർത്തി SBR ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഒരു ബയോടെക്നോളജി കമ്പനി എന്ന നിലയ്ക്ക് കേരളത്തിലെ പ്രകൃതി സമ്പത്തിനെ അടിസ്ഥാനമാക്കിയാണ് SBR അവരുടെ റിസർച്ച് പ്രോഡക്റ്റ് ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നത്. ഒരു ട്രോപ്പിക്കൽ വൃക്ഷമായ കോക്കനട്ടിൽ നിന്ന് കിട്ടുന്ന പോഷകപാനീയമായ നീരയിൽ നിന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ ഡയറ്ററി സപ്ലിമെന്റ്സ് കാറ്റഗറിയിൽ വരുന്ന 15ഓളം പ്രോഡക്ട്സ് SBR വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എനർജി നീർ എന്ന സമ്പൂർണ്ണ ഹെൽത്ത് ഡ്രിങ്കിൽ തുടങ്ങി കണ്ടൻസ്ഡ് പാംസാപ്പിൽ നിന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ വിഭാഗത്തിൽ വരുന്ന ന്യൂട്രിക്കോൺ സി, ന്യൂട്രി ഷുഗർ, ഡെലി കിഡ്സ്, ഉണർ, ഡയറ്ററി സപ്ലിമെന്റ്സ് കാറ്റഗറിയിൽ വരുന്ന 10ഓളം പ്രോഡക്ട്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പോഷക ഗുണങ്ങളോടുകൂടിയ ലോ ആൽക്കഹോളിക് ബെവറേജായ മധുരക്കള്ളിനെ അന്തരീക്ഷ ഊഷ്മാവിൽ 12 മുതൽ 18 മാസം വരെ സൂക്ഷിക്കാനുള്ള ടെക്നോളജിയും SBR ഡെവലപ്പ് ചെയ്തു. പ്രമേഹ രോഗികൾക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നവർക്കും പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു 0 കലോറി സീറ്ററായ സ്വീറ്റ് റൂം SBRന്റെ പ്രൊഡക്റ്റാണ്. ടീ ഫോർ ആൾ എന്ന പേരിൽ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും പലതരം ഫ്ലേവറുകളിലുള്ള ടീ ബാഗ്സും പ്രമേഹ രോഗികൾക്കായി SBR ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കോപ്ഫുൾ ബയോ റിസർച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ പറ്റി പറയുകയുണ്ടായി. അപ്പം ഇതിന്റെ ഗവേഷണം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇതിലേക്ക് എത്താനായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാം. ശരിക്കും നമ്മുടെ ലാബിന്റെ ഗവേഷണത്തിന് 2 ഘട്ടമായി നമുക്ക് പറയാം. ഇതൊരു ട്രഡീഷണൽ നോളജിന്റെ മോഡേൺ മെഡിസിന്റെ മിക്സിംഗാണ്. അതായത് മോഡേൺ മെഡിസിൻ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുകയില്ല. ഒരു പ്രൊഡക്റ്റിന്റെ പണിപ്പുരയിലേക്ക് ഗവേഷകർ ഇറങ്ങിക്കഴിയുമ്പോൾ അതിന്റെ ബയോകെമിക്കൽ സിസ്റ്റം, അതിന്റെ ഫൈറ്റോകെമിക്കൽ സിസ്റ്റം, അതിന്റെ മോളിക്കുലാർ സിസ്റ്റം, അതിന്റെ മാർക്കർ ജീൻ, അതിന്റെ ആക്ഷൻ ഡ്രഗ്, അതിന്റെ ആക്ഷൻ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ ഡെഫിഷ്യൻസി അതും ഇത് കഴിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിരവധി ബേസിക് റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രോഡക്റ്റ് രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ന്യൂട്രിക്കോൺ സി തന്നെ. ന്യൂട്രിക്കോൺ സിക്കകത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നീരയിൽ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലത്. അതിനൊരു ടെക്നോളജി ഉണ്ട്, അതിനൊരു പേറ്റന്റ് ഉണ്ട്, അതിനൊരു അനാലിസിസ് ഉണ്ട്, അതിന് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ സയൻസ് ലോകത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഇവരൊക്കെ മാർക്കറ്റിൽ എത്തിയോ? എന്താണ് കമ്പനിക്ക് അതിനെ പറ്റിയുള്ള പ്ലാൻ? വളരെ പ്രസക്തിയുള്ള ഒരു ക്വസ്റ്റ്യനാണ് താങ്കൾ ചോദിച്ചത്. അതായത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബയോടെക്നോളജി ഗവേഷണം ഇൻഡസ്ട്രിയോട് അടുപ്പിക്കുന്ന രീതിയിൽ എന്നെപ്പോലൊരു ശാസ്ത്രജ്ഞൻ സാറ്റിസ്ഫൈഡ് അല്ല.
അപ്പൊ അതിലേക്ക് സാറിന് ഒരു സജഷൻ പറയാൻ പറ്റുമോ, എങ്ങനെ നമുക്ക് ഈ പ്രോഡക്ട്സിനെ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും? അതിൽ ഏറ്റവും വലിയ കൺസ്ട്രെയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഗവേഷണം ചെയ്യുന്നവർ തന്നെ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ തന്നെ മാർക്കറ്റ് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് ഒരു കാരണവശാലും ലോകത്തൊരിക്കലും ഒരു സയന്റിസ്റ്റും ചെയ്യില്ല. പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് വന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞതുപോലെ ഫുഡ് ആസ് മെഡിസിൻ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിൽ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള നിരവധി പ്രോഡക്ട്സ് ഉണ്ട്. ഭക്ഷണമായിരിക്കട്ടെ നമ്മുടെ ആരോഗ്യം എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി തന്നെ എത്രയും പെട്ടെന്ന് സ്കോഫുഡ് ബയോറിസർച്ചിന് ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. അടുത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. Thank you, Shalini. Thank you so much.